ഹലോ ഗൈസ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ടാസ്ക് കഴിഞ്ഞേക്കാണ്. സെക്കൻഡ് റൗണ്ട് ടാസ്ക് ബിഗ് ബോസ് അവർക്ക് കൊടുക്കുന്ന 7ന്റെ പണിയല്ല, 6ന്റെ പണിയല്ല, 8ന്റെ പണിയല്ല, ഒരു 10,000ന്റെ പണിയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് കോയിൻ കൈ കിട്ടിക്കൊണ്ടിരുന്ന അക്ബർ ഇപ്പൊ നോമിനേഷനിലോട്ട് പോയേക്കുന്നു. നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കൊടുക്കുന്നത്. അത് കൂടാതെ രതീഷിന്റെ ചൊറിച്ചിലും, എൻ്റെ പൊന്നെ, രതീഷിന്റെ ചൊറിച്ചിൽ അന്യായമാണ്. ഷാനവാസും അക്ബറൊക്കെ മടുത്തിട്ട് രതീഷിനെ ചൊറിച്ചില്ല. സത്യം രതീഷിനെ ആരും ഇപ്പോൾ ഒന്ന് ഔട്ടാക്കരുത്. രതീഷിനെ കുറച്ചുകൂടെ പോട്ടെ, കുറച്ചുകൂടെ ചൊറിയട്ടെ. ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവർ ഗെയിമൊക്കെ ആയി വരട്ടെ. കുഴപ്പമില്ല, പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നതാണ് രതീഷ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ സെയിം ടാസ്ക് തന്നെ. ഇതുപോലെ റെഡ് വരയ്ക്കുള്ളിൽ പുറത്ത് നിൽക്കുക, ബസറടിക്കുമ്പോൾ ഓടുക, കോയിൻ എടുക്കുക. ഇതിൽ കോയിൻ എടുത്തതിൽ നമ്മുടെ അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടിയതിനനുസരിച്ച് അക്ബർ സെലക്ട് ചെയ്തിരുന്ന ആര്യനെയായിരുന്നു. ആര്യൻ ഈ റൗണ്ടിൽ പോയി ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യണമായിരുന്നു. ആര്യന് ഷാർപ്പായിരുന്നു. ആര്യൻ ഓടുന്നു, ഭയങ്കര ഫോക്കസ് ആയിട്ടാണ് ആര്യൻ ഓടിയത്. ആര്യൻ ഓടുന്നു, ഗോൾഡ് കോയിൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയോ മിസ്റ്റേക്ക് പറ്റി ആര്യൻ്റെ കയ്യിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ പോയി. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഷാനവാസിന് ആ ഗോൾഡ് കോയിൻ കിട്ടി. നോക്കിക്കോണേ, ഷാനവാസിൻ്റെ ഒരു യോഗം. ഇത് മറ്റേ എന്താ ഇതിന് പറയുന്നത്, ഷാനവാസിന് ആ ഗോൾഡ് കോയിൻ കിട്ടി. അതോടുകൂടി കളി അങ്ങ് തിരിഞ്ഞില്ലേ. നേരെ ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആര്യന് കിട്ടി. അപ്പം ആര്യൻ അത്ര ഷാർപ്പായിട്ട് തന്നെ ഗോൾഡ് കോയിൻ എടുത്തു. അപ്പം ആര്യൻ ആ ഗോൾഡ് കോയിൻ എടുത്തു, ആര്യന് കിട്ടി. എന്നാൽ നമ്മൾ ഇവരുടെ ഇതിൽ പോയി നോമിനേഷനിലുള്ള ഇവർക്ക് കിട്ടും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഗെയിം നേരെ തിരിഞ്ഞ് ഗെയിമിൽ ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നു. ബിഗ് ബോസിനേക്കാൾ തന്നെ മാറ്റേണ്ട രീതി വന്നു. ഇത് ആര്യൻ്റെ കയ്യിൽ നിന്ന് വീഴും. ഈ പെട്ടെന്ന് സെക്കൻഡ്സുകൾക്കുള്ളിൽ നമ്മൾ ഷാനവാസ് അത് എടുക്കുകയും കൂടിയായിരുന്നു. അപ്പം അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചു. അവരവർക്ക് കിട്ടിയ കോയിൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചു. ആര്യന് 3 റെഡ്. ആര്യന് ഈ ഗോൾഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 3 റെഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആര്യൻ ഗെയിം ഇങ്ങനെ ടാസ്ക് ഒക്കെ കളിക്കുമ്പോൾ ആര്യൻ ഭയങ്കര നല്ല രീതിയിൽ ആര്യൻ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആര്യന് കിട്ടിയത് 3 റെഡാണ്. ഗോൾഡ് കിട്ടി. പക്ഷെ ഗോൾഡ് ആര്യൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഷാനവാസിന് 1 ബ്ലാക്കും 1 ഗോൾഡും കിട്ടിയത്. ഗോൾഡ് കിട്ടിയില്ലായിരുന്നു, 1 ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ബ്ലാക്കിൻ്റെ പണി, 7ന്റെ പണി ഷാനവാസ് എടുക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ കൊടുത്ത് ഷാനവാസിന് ഗോൾഡ് കിട്ടിയ കാരണം ഇപ്പോൾ സൂപ്പർ പവർ ആർക്ക് കിട്ടി? ഇപ്പോൾ സൂപ്പർ പവർ ഷാനവാസിന് കിട്ടി. അടുത്തത് അക്ബറിന് 3 റെഡും 1 ബ്ലാക്കും കിട്ടി. അഭിലാഷിന് 2 റെഡ് കിട്ടി. ഇത്ര കിട്ടിയേക്കുന്നത്. പിന്നെ അനീഷിന് 2 റെഡും 2 ബ്ലാക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അനീഷിന് മാത്രമേ 2 ബ്ലാക്കുണ്ട്. ബാക്കി ബ്ലാക്ക് ഷാനവാസിന് 1 ബ്ലാക്ക്, അക്ബറിന് 1 ബ്ലാക്ക്, അങ്ങനെ കിട്ടിയേക്കുന്നത്. ഇതിലപ്പം ബിഗ് ബോസ് ഈ നമ്മുടെ അക്ബറിനും ആര്യനും ഗോൾഡ് കോയിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ, എടുക്കാനായിട്ട് ആര്യനെയായിരുന്നു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം സൂപ്പർ പവറിൻ്റെ ഇത് നഷ്ടപ്പെട്ടു. അക്ബറിന് നഷ്ടപ്പെട്ടു. സൂപ്പർ പവർ നഷ്ടപ്പെട്ടു അക്ബറിന്. അപ്പോൾ അക്ബറിന് ഇതിനുള്ള പണി അക്ബർ ഏറ്റെടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. എന്നിട്ട് അക്ബറിനെ വിളിച്ച് കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയി ബിഗ് ബോസ്. കൺഫെഷൻ റൂമിൽ അക്ബറും ആര്യനും കൺഫെഷൻ റൂമിൽ വരാൻ പറഞ്ഞു. അവരവിടെ സംസാരിക്കുന്നത് പുറത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിന് പ്ലാസ്മ TV കാണാം കേട്ടോ. അപ്പോൾ അവരങ്ങനെ പുറത്തിരുന്ന് അവർ സംസാരിക്കുകയാണ്. ഈ സൂപ്പർ കോയിൻ നമുക്ക് നഷ്ടപ്പെട്ടത് കാരണം അടുത്ത നോമിനേഷനിലോട്ട് ഇവർ രണ്ടിലും ഒരാൾ ആരാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ തീരുമാനിച്ചിട്ട് പറയണം. ഡയറക്റ്റ് നോമിനേഷൻ ഇവർ രണ്ടുപേരിൽ ഒരാൾ നോമിനേഷന് പോകും. അപ്പോൾ ഈ കൺഫെഷൻ റൂമിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ അക്ബറും ആര്യനും സാരമില്ലടാ പോട്ടെ, അങ്ങനെ നിനക്ക് മിസ്റ്റേക്ക് പറ്റിയതല്ലായിരുന്നോ, കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഈ നോമിനേഷൻ്റെ കാര്യം പറഞ്ഞപ്പം നേരെ ഇവർ രണ്ടുപേരുടെ തിരിഞ്ഞു. നീ അങ്ങനെ ചെയ്ത തെറ്റല്ലേ, നിനക്കത് പെട്ടെന്ന് എടുക്കാൻ പാടില്ലായിരുന്നോ, നിന്റെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ടല്ലേ പറ്റിയത്, അത് കാരണം ആര്യനോട് നോമിനേറ്റ് ആവാനായിട്ട് അക്ബർ പറഞ്ഞു. അപ്പോൾ അക്ബറിനോട് ആര്യം പറയുന്ന, നിന്റെ കളിയുടെ കുഴപ്പം കൊണ്ടല്ലേ ആയത്, നീ എന്നെ ചൂസ് ചെയ്തത് നിന്റെ തെറ്റായ തീരുമാനമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യം പറയുന്നു. അപ്പം കൺഫെഷൻ റൂമിൽ കയറി
ബിഗ് ബോസ് ഈ നോമിനേഷൻ്റെ കാര്യം പറയുന്നിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ഓക്കേടാ പോട്ടടാ സാരമില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ നേരെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ചൊല്ലി കുറ്റപ്പെടുത്താൻ തുടങ്ങി. അത് പിന്നെ ലാസ്റ്റ് ആര്യം പറഞ്ഞു, ഞാൻ ഈ തവണത്തെ നോമിനേഷനിൽ ആര്യനുണ്ട്, ഒന്നുകൂടെ നോമിനേറ്റ് ആവുകയാണെങ്കിൽ അടുത്ത തവണത്തെ നോമിനേഷനിലോട്ട് ആര്യം വരും. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം അക്ബർ ആവാൻ പറഞ്ഞു. അപ്പോൾ അക്ബർ ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ഇല്ല. പിന്നെ രണ്ടുപേരോടും തീരുമാനമായോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു. അപ്പോൾ ആര്യം പറഞ്ഞു, എന്നാൽ ഞാൻ നോമിനേറ്റ് ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അക്ബർ പറഞ്ഞു, വേണ്ട വേണ്ട ഞാൻ നോമിനേറ്റ് ആയിക്കോളാം, ആര്യം ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ഉണ്ട്, അടുത്ത പ്രാവശ്യത്തിലോട്ട് ആരിനെ വിടാൻ പറ്റില്ല, അത് കാരണം അക്ബർ അതിനെ നോമിനേഷൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾഡ് കോയിൻ കൈ കിട്ടിയ അക്ബർ നോമിനേഷനായി. നോമിനേഷനിൽ വന്ന് കയറി അക്ബർ. അങ്ങനെയാ കളികൾ മാറി മാറി വരുന്നത്. ഏതൊക്കെ രീതിയിൽ കൂടെ ബിഗ് ബോസ് പണി കൊടുക്കുന്നത് നോക്കിക്കോണേ. എങ്ങനത്തെയൊക്കെ രീതിയിൽ കൂടെ പണി കിട്ടിയേക്കുന്നത്. അക്ബർ അടുത്ത ആഴ്ച ആരെയും നോമിനേറ്റ് ചെയ്യാന്നുള്ള സന്തോഷിച്ചിരുന്ന അക്ബർ തന്നെ നോമിനേഷനിലോട്ട് പോകേണ്ടി വന്നു. ഇത് ഈ മറ്റേ പൊട്ടൻ്റെ ലോട്ടറി അടിച്ചെന്ന ഷാനവാസ് പൊട്ടൻ നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറയില്ലേ പഴഞ്ചൊല്ല്. അപ്പം ആ രീതിയിൽ പെട്ടെന്ന് ഇത് ചിന്തിക്കാതിരുന്ന ഷാനവാസിന് ആ ഗോൾഡ് കോയിൻ കിട്ടി. അതിൻ്റെ ബെനിഫിറ്റ് ഷാനവാസിൻ്റെ ഉടനെ തന്നെ കിട്ടുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ബ്ലാക്ക് കോയിൻ കൈ കിട്ടിയില്ലേ, ഈ ബ്ലാക്ക് കോയിൻ കൈ കിട്ടിയവർക്ക് പണിയുണ്ട്. അപ്പം അനീഷിൻ്റെ കയ്യിൽ 2 ബ്ലാക്ക് കോയിനാണുള്ളത്. അപ്പോൾ ഇപ്പം ഈ കൂട്ടത്തിൽ മത്സരിച്ചവരുണ്ടല്ലോ, സെക്കൻഡ് റൗണ്ടിൽ മത്സരിച്ചവർ, അവരിൽ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അനീഷ്, ഞാൻ ഷാനവാസിന് തന്നെ കൊടുക്കുന്നു, ഷാനവാസിൻ്റെ ഓൾറെഡി ഒരു ബ്ലാക്ക് കോയിൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം അനീഷ് ഷാനവാസിന് കൊടുക്കുമ്പം ഷാനവാസിൻ്റെ 2 ആവും വീണ്ടും. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, അനീഷ് ഇത് അനീഷിൻ്റെ 2 ഉള്ളതുകൊണ്ടല്ലേ ഒരെണ്ണം ഇല്ലാത്ത ആൾക്ക് ഈ സെക്കൻഡ് റൗണ്ടിൽ മത്സരിച്ചിട്ട് ഇല്ലാത്ത ആൾക്ക് കൊടുക്കാൻ പറഞ്ഞത്, വീണ്ടും ഷാനവാസിന് കൊടുക്കുമ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ 2 ആവൂലേന്ന് ചോദിച്ചു. അങ്ങനെ അനീഷ് അത് ആര്യന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് എന്താണെന്നറിയോ? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പണിഷ്മെൻറ്റ് വായ് മൂടണം, കണ്ണ് കെട്ടണം, നടക്കാൻ പാടില്ല. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഇപ്പോൾ ഒരാളൂടെ വന്നല്ലോ ആര്യൻ, ആന നടത്താൻ നടക്കണം. മറ്റേ കുഞ്ഞുപിള്ളേരിങ്ങനെ ആനക്കളി കളിക്കത്തില്ല, തറക്കൂടെ മുട്ടുകുത്തി നടക്കില്ല, അങ്ങനെ ആന നടത്താൻ നടക്കണം. ഈ സംഭവം കിട്ടിയിട്ട് ഈ അനീഷ് ഇവരെ ചൊറിയുന്നതിന് ഒരു പരിധിയില്ല, മാതിരി ചൊറിച്ചിലാണ് കിടന്ന് ചൊറിയുന്നത്. എൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യത്ത് തന്നെ അവിടെ കാണിക്കൂ, എൻ്റെ പ്രജകളെ കാണിക്കൂ, നിങ്ങളെ പറയുന്ന കേൾക്കൂ, ആനെ ഹാത്തി ചിഹ്നം വിളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്യായമായിട്ട് കിടന്നുകൊണ്ട് ഒച്ചയെടുക്കുന്നു. ഇവരിങ്ങനെ ചൊറിയുന്നുണ്ട്, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഇവർ 1-2 പ്രാവശ്യം അനീഷിനെ മറ്റേ ഉന്തുവണ്ടിയിൽ നിന്ന് തള്ളി താഴോട്ടിട്ട് വരും. അപ്പോൾ ബിഗ് ബോസ് നോക്കൂ എൻ്റെ സേഫ്റ്റി ഇവരുടെ കയ്യിലാണ് അതെന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നിന്ന് ചൊറിച്ചില്ല. എന്നിട്ട് അക്ബറും ഷാനവാസോട്, താനൊന്നും ഉണ്ടായിരടോ, താൻ പറയുന്ന രീതിയിലാണോ ഞങ്ങൾ ചെയ്യേണ്ടത്, ബിഗ് ബോസ് തള്ളാനല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആനയുടെ രീതിയിൽ ആര്യൻ അനീഷിൻ്റെ കാലിനിട്ട് ചെറിയ 2 തല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് അവർ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ശരിക്കും കളി നന്നായിട്ട് അനീഷ് ചൊറിച്ചിലാണേലും ബിഗ് ബോസിൻ്റെ കളി അത്യാവശ്യം നല്ല രീതിയിൽ അനീഷ് കൊണ്ടുവന്നു, ചൊറിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചൊറിയൻ അനീഷ് ആണേലും കുഴപ്പമില്ല, അത്യാവശ്യം ഇത് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അനീഷിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഇതും അനീഷിൻ്റെ തന്നെ കണ്ടന്റുകളാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, സെക്കൻഡ് റൗണ്ട് അങ്ങനെ പോയി. ഇപ്പം ഗോൾഡ് കോയിൻ ഇരിക്കുന്നത്, ഇപ്പം താക്കോൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഗോൾഡ് കോയിൻ ഇരിക്കുന്നത് ഷാനവാസിൻ്റെ കയ്യിലാണ്. ഇനി 3rd ടാസ്ക് വരുമ്പോഴത്തേനെ അറിയത്തുള്ളൂ. ചിലപ്പോൾ 3rd ടാസ്ക് ഇനി നാളത്തേനായിരിക്കും വരുന്നത്, 2 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നാളത്തേനായിരിക്കും മിക്കവാറും 3rd ടാസ്ക് വരുന്നത്. അപ്പോഴേ അറിയത്തുള്ളൂ. ലാസ്റ്റ് ഗോൾഡ് കോയിൻ ആരുടെ കയ്യിലിരിക്കുന്ന അവർക്കായിരിക്കും ചിലപ്പോൾ നോമിനേഷൻ്റെ പവർ കിട്ടുന്നത്. എന്തായാലും ബഹുരസമാണ് ലൈവ് കാണാനായിട്ട്. അനീഷ് അവരെ ചൊറിഞ്ഞ്, ഞാൻ കുറച്ച് വീഡിയോയുടെ കുറച്ച് ഇത് വെക്കാം കേട്ടോ, ചൊറിഞ്ഞ് ശരിയാക്കി വിടുന്നുണ്ട് അനീഷ് അവരെ. ചൊറിയനാട്ടോ, ശരിക്കും ചൊറിയനാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്